പിന്നെ നീ വിഷമിക്കണ്ട. എന്റെ വിവാഹം കഴിഞ്ഞാലുടൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും കേട്ടാനൊന്നും എന്നെ കിട്ടില്ല. അതെന്താ, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പക്ഷെ ഒരു ചിന്ന പ്രോബ്ലം, കക്ഷി മറ്റൊരു ജാതിയാ. എന്താ ലക്ഷ്മി നീ പറയണേ? ഹരിതാത്തൊന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ. അവസാനം മാളവിക തമ്പുരാട്ടിയുടെ അനുഭവമായിരിക്കും ഉണ്ടാവുക. അവർക്കെന്ത് സംഭവിച്ചേ? സുഖമായിട്ട് ജീവിക്കുന്നവര്. പിന്നെ തമ്പ്രാക്കന്മാരെ വൈരാഗ്യം അതൊന്നും കാര്യാക്കല്ലെന്നേ. ഞാൻ കണ്ടുവച്ചിട്ടുള്ള ആള് ശുദ്ധ ബ്രാഹ്മണ. അല്ലാതെ നിന്നെ പോലെ പരദേശം നോക്കി പോയില്ല ഞാൻ. ആദ്യം മുത്തശ്ശനോട് വിവരം പറയും. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ പ്രൊസീഡ് ചെയ്യും. എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായി. അങ്ങനൊന്നുമില്ല മോളെ. പൊടിക്കുഞ്ഞായ നിന്നെ ആദ്യമായി ഏറ്റുവാങ്ങിയത് ഈ കൈകളിലാ. നീ ചിരിച്ചാലും കരഞ്ഞാലും മുഖം വീർപ്പിച്ചിരുന്നാലും അതെന്തിനൊക്കെയാണെന്ന് എനിക്കറിയാം. അമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ ഞാൻ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മുത്തശ്ശനോടല്ലേ പറയാറ്. ഞാനൊരു കാര്യം പറഞ്ഞാ മുത്തശ്ശൻ വഴക്കു പറയോ? ഇല്ല. ഉറപ്പാണല്ലോ. വളച്ചൊടിച്ചു മുത്തച്ഛനെ ബോറടിപ്പിക്കാതെ കാര്യം പറ. എന്റെ വിവാഹം തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കാനല്ലേ മുത്തശ്ശ ഈ യാഗവും പൂജയൊക്കെ? അത് നിനക്കറിയാവുന്നല്ലേ. പൂജയുടെ ഫലസിദ്ധി കൊണ്ടോ ദൈവനിശ്ചയം കൊണ്ടോ എന്തോ എനിക്കൊരാളെ ഇഷ്ടമായി. ആദ്യമായിട്ട് മുത്തശ്ശനോടാ പറയണേ. ഞാൻ ഇഷ്ടപ്പെട്ട ആളോട് പോലും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. കാരണം പഴയ ചരിത്രം ഇനി ഈ കൊട്ടാരത്തിൽ ആവർത്തിക്കരുത്. ഇവിടുത്തെ ഒരു പെൺകുട്ടി പ്രേമിച്ചിനി ഒളിച്ചോടൊന്നും കരുതണ്ട. ഈ ഗോപികയ്ക്കൊരു മംഗല്യം ഉണ്ടെങ്കിൽ അത് മുത്തശ്ശന്റെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി മാത്രമായിരിക്കും. ആളെ ഇതുവരെ മോള് പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. പഴയ ചരിത്രം ആവർത്തിക്കാനുള്ള ഉദ്ദേശമെങ്കിൽ കൊന്നുകളയും ഞാൻ അവളെ. എന്റെ കുട്ടി അവനെ പ്രേമിച്ച് ഒളിച്ചോടിയൊന്നുമില്ലല്ലോ. തന്റെ മനസ്സ് രക്ഷിതാക്കളെ അറിയിച്ചെന്നല്ലേ ഉള്ളൂ. അതൊരു വലിയ കാര്യം തന്നെ. അവളുടെ താല്പര്യത്തിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ പാളിച്ചയുമില്ല. എന്തായാലും ക്ഷത്രിയർക്ക് മുന്നിലാ ബ്രാഹ്മണരുടെ സ്ഥാനം. ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ ബ്രഹ്മദത്തിന് ഈ കൊട്ടാരവുമായി പൂർവ്വബന്ധങ്ങളുണ്ട്. പിന്നെ പണത്തിന്റെ കുറവ് അത് തറവാടിത്തം കൊണ്ട് മറികടക്കും. അല്ല, രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. യാഗത്തിന്റെ ഫലം നേരത്തെ കിട്ടിയെന്ന് വിചാരിക്ക. നിമിത്തങ്ങളും വിവാഹത്തിന് അനുകൂലം. ഇന്നത്തോടെ പൂജയെല്ലാം അവസാനിപ്പിക്കാം. വരനെ കണ്ടെത്തിയ സ്ഥിതിക്ക് യാഗം തുടരുന്നത് ദോഷാണ്. താൻ എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയി ചെയർമാനെ കണ്ടില്ല. ചെയർമാന്റെ വീട്ടിൽ പോയി ചെയർമാനെ കണ്ടില്ല. എനിക്ക് ആകെ ഒരു ടെൻഷനാ. ചെയർമാനെ കണ്ടില്ല. ചെയർമാനൊക്കെ അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. എടോ, പൂജ ചെയ്യാനെത്തിയ ഉണ്ണികൃഷ്ണൻ. അത് ഉണ്ണികൃഷ്ണൻ തന്നെ അല്ലാന്ന് നിങ്ങളെ ആരോ? താൻ എന്തൊക്കെയാ പറയുന്നേ? എടോ, ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ. മാർത്താണ്ഡ ഡീസൽ അടിച്ചില്ലേ? ഡീസൽ അടിച്ചു. ചോദിച്ചത് കേട്ടില്ലേ? ഡീസൽ അടിച്ചു. എടോ, ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ. നല്ല അഭിപ്രായം അല്ലേ? നമ്മുടെ ഗോപികയ്ക്ക് വേണ്ടി ഉണ്ണികൃഷ്ണനെ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഗോപിയയ്ക്ക് കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്നാ ചോദിച്ചത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം തോന്നുന്നില്ല. എന്നാ ഞങ്ങൾക്കുണ്ട്. അവൻ സമ്മതിക്കോ? ആദ്യം കുട്ടികളോടാ ചോദിക്കുക, അവന്റെ വീട്ടുകാരുമായിട്ട് ആലോചിക്കുക, എന്നിട്ട് അറിയിക്കാം. അത് മതിയോ? ഇയാൾക്ക് എന്താ പറ്റിയേ? കാറിലോട്ട് കയറി മണിമല മാണിക്കത്തേക്ക് പോവാം. മണിമല മാണിക്കത്തേക്കോ? അത് ഉണ്ണികൃഷ്ണന്റെ വീടല്ലേ? ഞാനില്ല. എനിക്ക് അമ്പലത്തിൽ പോകണം. 4 മണിക്ക് വഴിപാടുണ്ട്. ഈ വേഷത്തിലോ? എന്താ ഈ വേഷത്തിൽ പോകൂടെ? താൻ എങ്ങോട്ടും പോണ്ട, കാറിലോട്ട് കയറി. തനിക്കല്ലേ വഴി നിശ്ചയുള്ളൂ. ഞാൻ വന്ന വഴി പോയ വഴിയൊക്കെ മറന്നു. മറക്കേ? 2-3 വട്ടം താൻ അവിടെ പോയതല്ലേ? എനിക്ക് എന്താന്നറിയില്ല, പെട്ടെന്ന് ഒരു മറവി. സ്വപ്നാംബുലിസം. അത് ശരി. അപ്പൊ ബാധ ശരിക്കും ഒഴിഞ്ഞിട്ടില്ല. മാർത്താണ്ട, ആ തിരുമംഗലത്തെ വിളിക്ക്. 2 ചൂരൽ കഷായം കൊടുക്ക. എനിക്ക് ഓർമ്മ വന്നു. ആരെയും വിളിക്കണ്ട. എനിക്ക് വഴി നല്ല ഓർമ്മയുണ്ട്. ഒന്ന് പിടിച്ചേ. എനിക്കൊന്നു ഞാൻ ഒന്നിന് പോട്ടെ. 1ഉം 2ഉം ഒക്കെ പിന്നീട് ആകാമടോ. ഉണ്ണീഷ്ണ, പോയിട്ട് വരാം. പോയിട്ട് വാ. ഇയാളെന്താ കഥകളി കാണിച്ചോണ്ട് പോകുന്നു? നീ ആക്ക് ശരിക്കും ബാധ കൂടിയോ? എന്താണ് തമ്പുരാട്ടിക്കുട്ടി നല്ല ഹാപ്പി മൂഡിലാണല്ലോ? കാര്യമുണ്ട്. എന്താണാവോ? അതെ, എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ എല്ലാരും കൂടി പോയിരിക്ക. അപ്പൊ താൻ സമ്മതിച്ചോ കല്യാണത്തിന്? എന്താ മുഖത്തിനൊരു വാട്ടം? ഏയ്, ഒന്നുമില്ല. ആരാണ് ആ ഭാഗ്യവാനായ ചെറുപ്പക്കാരൻ ഓർത്താ? ആളെ ഞാൻ പറയില്ല. വേണമെങ്കിൽ തൊട്ട് കാണിക്കാം. അയ്യോ, അപ്പൊ അവരാ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്കല്ലേ പോയത്? ഹലോ,
ഉണ്ണികൃഷ്ണന്റെ വീട് തന്നെയല്ലേ? അതെ. ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ ചെയർമാൻ ദാമോദരൻ നമ്പൂതിരി പറഞ്ഞിട്ട് വിളിക്കുക. ഉണ്ണികൃഷ്ണൻ വീട്ടിലുള്ള കാര്യം ആന്റണിയുടെ ആൾക്കാർ അറിഞ്ഞു. പോലീസ് അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട്. തൽക്കാലം നീ അവിടുന്ന് പൊങ്ങുന്നതാണ് നല്ലത്. അതുപോലെ സംഗതി ഏറ്റുന്നാ തോന്നണത്. എങ്കിൽ തമ്പരാക്കന്മാരെ എത്തും മുമ്പ് നമുക്ക് അവിടെ എത്തണം. വാ. എങ്ങട്ടാ നേതൃത്വത്തില്? അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. പിന്നെ എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഒന്നും പറയണ്ട. എന്താ മോനെ, എന്തിപ്പുണ്ടായേ? പേടിക്കാനൊന്നുമില്ല. ഞാൻ ഇവിടെ വന്ന കാര്യം ആന്റണിയുടെ ആളുകൾ അറിഞ്ഞു. വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ? എന്താണോ? ഞാൻ ഒന്ന് ഇറങ്ങട്ടെ, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. യാത്ര തുടങ്ങിയിട്ട് 3-4 പ്രാവശ്യം ആയല്ലോ തന്റെ ഈ മൂത്രമൊഴിപ്പ്. അസുഖ തൽക്കാലം നമുക്ക് ഈ യാത്രയൊന്ന് മാറ്റി വെച്ചാലോ? വേണ്ട, താൻ പോയി ഒഴിച്ചിട്ട് വാ. എന്നാ ജീപ്പ് ഒന്ന് മാറ്റിയിടൂ. എന്തിനാ? മൂത്രമൊഴിക്കാൻ. ജീപ്പിനകത്തോടെ മൂത്രമൊഴിക്കുന്നത്? എന്താണോ? ബാഗ് എടുക്കാനാ. ബാഗിനകത്തോടെ മൂത്രമൊഴിക്കുന്നത്? പോയി ഒഴിച്ചിട്ട് വേണോ? ഇയാളെ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ല. അറിയാം, അവനിവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഉണ്ണിയുടെ സുഹൃത്തുക്കളാ. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ തന്നെയാ. എന്റെ പേര് അഗസ്റ്റിൻ. അഗസ്റ്റിൻ നമ്പൂതിരി. ഞങ്ങൾ 2 ഫ്രണ്ടുക്കളാ. ബാക്കിൽ നിന്ന് വന്നേ ഉള്ളൂ. അകത്തേക്ക് വരിക. അമ്മയുടെ പേരെന്താ? സരോജിനി. എന്നാ അകത്തോട്ടിരിക്കാം. എന്നാലും അകത്തേക്ക് ഇരിക്കുന്നതിന് മുമ്പ് അമ്മ ആ സന്തോഷ വാർത്ത അറിഞ്ഞിരിക്കണം. അമ്മേ. അതെ, പിച്ചക്കാരൻ വിളിക്കണം. അത് ഞാനാ. നീയായിരുന്ന. നമ്മുടെ ഉണ്ണിക്ക് ഒരു മഹാഭാഗ്യം കൈവന്നിരിക്കല്ലേ. ഉദയപുരം കൊട്ടാരത്തിലെ ശ്രീകണ്ഠവർമ്മയുടെ മകളും ഉണ്ണിയും തമ്മിൽ ഒരു കല്യാണാലോചന. ശ്രീകണ്ഠവർമ്മയും ഞങ്ങളും ക്ലോസ് ഫ്രണ്ടുക്കളാ. ഒരു കണക്കിന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ എന്റെ ഇടനിലക്കാര്. അവരിപ്പോ ഇവിടെ എത്തും. അല്ല, ഉണ്ണി ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് അവരറിയാൻ പാടില്ല. അതെ. പിന്നെ ഈ പോലീസും കേസും പ്രശ്നങ്ങളൊന്നും അവരറിയാതിരിക്കാൻ വേണ്ടിയാ പറയുന്നേ. അമ്മ അധികം ഒന്നും അവരോട് സംസാരിക്കണം. ഉണ്ണി പ്രത്യേകം പറഞ്ഞിരുന്നു. അവരെത്തി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അയ്യോ, പോന്നോ? ഇങ്ങോട്ടാ പോന്നതെന്ന് പിന്നീട് അറിഞ്ഞത്. താനെന്താ ഇവിടെ? സദ്യയുടെ ചുറ്റുവട്ടം എവിടെ ഉണ്ടോ അവിടെ നോമുണ്ടാവുമല്ലോ. പിന്നെ തമ്പുരാക്കന്മാർ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ ഒരു ബൈക്ക് സംഘടിപ്പിച്ചു. 100-110 അങ്ങോട്ട് പാഞ്ഞു. അതെ. പിന്നെ ഇവിടെ സ്വീകരിക്കാനും സംസാരിക്കാനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവരൊന്നും മനസ്സിലായില്ല. ഇത് ശ്രീകണ്ഠവർമ്മ, ക്ലാസ് തമ്പുരാൻ. ബാലഗോപാലവർമ്മ, മിഡിൽ ക്ലാസ് തമ്പുരാൻ. രാജശേഖരവർമ്മ, ലോ ക്ലാസ് തമ്പുരാൻ. എല്ലാവർക്കും അകത്തേക്ക് ഇരിക്കാം. അല്ല, ഗോവിന്ദൻ നായരെവിടെ? ഗോവിന്ദൻ നായരെ, കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി എന്റെ തല വെട്ടിക്കോ. നിങ്ങളുടെ തലവട്ടം ഞാനെന്താ ബാർബറോ? ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നീ എന്താ ഇവിടെ? അത് ശരി, വീട്ടിൽ കയറി വന്ന് വീട്ടുകാരനോട് നീ എന്താ ഇവിടെ? നല്ല അടി കിട്ടും. വീട്ടിൽ കയറി എനിക്കൊരു പിടിയും കിട്ടണില്ല. കിട്ടിയ പിടി വിടാണ്ട് വേഗം വാ. വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. ഉണ്ണികൃഷ്ണന് വേണ്ടി വിവാഹം ആലോചിച്ചു വന്നാ ഞങ്ങള്. എന്നാലും ഇത്ര പെട്ടെന്നൊന്നും വേണ്ടായിരുന്നു അല്ലേ മേ? എന്നായാലും വേണ്ടതല്ലേ. എന്നാലും എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്കും. ഇതേതാ ഈ കുട്ടി? ചോദിച്ചത് കേട്ടില്ല മേ. ഇതാരാന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ മേ. ഉണ്ണിയുടെ പെങ്ങളാ സുധ. കൊള്ളാല്ലേ? കൊള്ളാം. അമ്മ പെങ്ങളെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇപ്പെല്ലാം മനസ്സിലായി. നീ എങ്ങനെയാ അവിടുന്ന് ഇടുവന്നേ? അപ്പോ നിങ്ങൾ ആലോചിച്ച ശേഷം ബന്ധുക്കളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരിക. തീരുമാനങ്ങളൊക്കെ അവിടെ വെച്ചാകട്ടെ. ഉണ്ണികൃഷ്ണ, തന്നോട് ഒരിക്കൽ എനിക്കൊരു പാപം ചെയ്യേണ്ടി വന്നു. മുത്തശ്ശി മരിച്ച വിവരം അറിയിക്കാതിരുന്നത്. അവസാനായിട്ടൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. അതിന് നീ എന്തിനാ കരയണേ? ആ 16 അടി സദ്യയുടെ ദേഹം എനിക്ക് കിട്ടില്ലെന്ന് ഓർത്തിട്ടാ. അത് പോട്ടെ. അതൊക്കെ പോട്ടെ. ഇനി കല്യാണം കഴിയുന്നത് വരെ താൻ കൊട്ടാരത്തിലുണ്ടാവണം. ഒരുപാട് കാര്യങ്ങൾ തന്റെ സാന്നിധ്യത്തിൽ തീരുമാനിക്കാനുണ്ട്. 10 വർഷങ്ങൾക്ക് ശേഷാ കൊട്ടാരത്തിലൊരു മംഗല്യം നടക്കാൻ പോണത്. എന്നാ ഞങ്ങളങ്ങോട്ട്. തിരുമനസ് നിരപരാധിയാണ്.
മാപ്പാക്കണം. ഇവിടുന്ന് എനിക്കും എന്റെ ഭാര്യയ്ക്കും ദിവസം 3 നേരം ആഹാരം കഴിക്കാനുള്ള അനുമതി എങ്കിലും തരണം. 2 ദിവസമായി പട്ടിണിയിലാണ്. ഓ, തനിക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ചിക്കൻ വേണ്ടേ? അതിവിടെ വെക്കാറില്ലല്ലോ. നമ്മെ ദ്രോഹിച്ച ദൈവശാപം കിട്ടും. ഇപ്പൊ ഊണുൾ സത്യം മനസ്സാ വാച കർമ്മണെന്ന് ഒന്നും അറിഞ്ഞതല്ല. ശരി ശരി, കൊട്ടാരത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നതിന്റെ പേരിൽ ക്ഷമിച്ചിരിക്കുന്നു. ആ ഫോൺ അറ്റൻഡ് ചെയ്യണോ? ഊണും കഴിച്ച് സിൽക്ക് ഷർട്ട് ഇട്ട് നടക്ക. ഹലോ, ഉദയപുരം പാലസ് അല്ലേ? അതെ, ഞാൻ മണിമല മാണിക്യത്ത് നിന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി? എന്നെ വിളിച്ചോ? അതെ, മറ്റേ ഉണ്ണികൃഷ്ണൻ. ഹലോ, എനിക്കൊരു കല്യാണാലോചനയുമായി ഇവിടെ വന്നു പറഞ്ഞു. ശരിയാണോ? അതെ. എങ്കിൽ ഞാൻ ബന്ധുക്കളായിട്ട് അങ്ങോട്ട് വരിക, ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. എപ്പോ? ഇപ്പൊ തന്നെ. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എന്താ അവൻ പറഞ്ഞു? തോന്നാരെ ആരാടോ വിളിച്ചത്? അത് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ? മറ്റേ ഉണ്ണികൃഷ്ണൻ മറ്റേ ഉണ്ണികൃഷ്ണൻ അല്ല, ഈ ഉണ്ണികൃഷ്ണൻ. എന്റെ വീട്ടിൽ നിന്നാ. അമ്മ എന്താ പറഞ്ഞത് ഗോവിന്ദേട്ടാ? അവിടെ നിന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടു. ഗോകുന്നാരെ, അവരെ സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഉടനെ ചെയ്യാ. താൻ ഇതെങ്ങോട്ട് പോവാ? ഞാൻ ഈ ബാഗ് എടുക്കാൻ വേണ്ടി പോയതാ. അതെ തിരുമനസേ, ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ വല്ലതും നടത്തണോ ആവോ? ആവാം. അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരണേ? എടോ നമ്പൂരി, ഈ ഉണ്ണിയെ കൊണ്ട് എന്റെ കുട്ടിയെ വേളി കഴിപ്പിക്കാൻ പോവാടോ. സർവമംഗളാനുഭവം. ഇവന്റെ ജനസമയം നോക്കി പുരുഷോത്തമ പണിക്കർ അന്ന് പറഞ്ഞതാ എനിക്ക് ഓർമ്മ വരുന്നത്. എന്ത്? ഗജരാജയോഗം ഉണ്ടെന്ന്. പേടിക്കൊന്നും വേണ്ട, എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വന്നാ ഞങ്ങള്. ഉണ്ണികൃഷ്ണൻ സ്റ്റേഷൻ വരെ വരണം. ഇവന്റെ കല്യാണക്കാര്യത്തിനോട് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയതായിരുന്നു. ദേവിയെ തടസ്സപ്പെടുത്തരുത്. ആദ്യം അവൻ കേസിൽ നിന്നും പൊല്ലാപ്പിന്നൊക്കെ തലയുരട്ടെ, എന്നിട്ടാ അവൻ കല്യാണാലോചനയും കല്യാണ പന്തലൊരുക്കലും ഒക്കെ. അല്ലെങ്കിൽ മണ്ഡപത്തിൽ നിന്ന് പോലീസ് പൊക്കിന്ന് ചീത്തപ്പേരുണ്ടാവും. തിരിച്ചു വന്നിട്ട് സ്റ്റേഷനിൽ ഹാജരായ പോരെ? പോരാ, ഇത്രയും ദിവസം ഞങ്ങളെ വെട്ടിച്ചേർന്ന് തന്നെ വലിയ കുറ്റം. കേസ് ചാർജ് ചെയ്യാതിരുന്നേ ദാമോദർ സാർ പറഞ്ഞോണ്ടാ. എടോ, ആന്റണി ഒരു കോംപ്രമൈസിന് തയ്യാറായിട്ടുണ്ട്. നീ പോലീസ് സ്റ്റേഷനിൽ വന്നൊന്ന് രമ്യയിലെത്തുക, എന്നിട്ട് കേസ് രാജിവെക്കുക. പിന്നെ മനസ്സമാധാനായിട്ട് പെണ്ണ് കാണേ, കല്യാണം കഴിക്കുക, എന്ത് വേണേലും ആകാലോ. ഞാൻ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഇതിന്റെ ആണെന്ന് കരുതിയാ മതി. ഞാൻ വരാം. ഞാനില്ലാന്ന് കരുതി യാത്ര മുടക്കണ്ട. നിങ്ങൾ പുറപ്പെട്ടോളൂ. അതാ അതിന്റെ ശരി. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യുക? ഇയാളെ കൊണ്ട് വലിയ ശല്യായില്ല. എന്നാ ഞാൻ വേറൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? വീക്കുന്നുണ്ടല്ലോ. എന്താ 3 പേരും കൂടി ഒരു ചുറ്റിക്കളി? ഇയാൾ ശല്യം ചെയ്യണു. ഇയാൾ അടുക്കളയിലേക്ക് ചെല്ല്, സദ്യയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓ, ആ ഉണ്ണി, അവരെത്ര പേരുണ്ടാവും? ഒരടിക്കുള്ള ആളുണ്ടാവും, അല്ല ഒരു വണ്ടിക്കുള്ള ആളുണ്ടാവും. ആയിക്കോട്ടെ, അല്ലേ ഗോവിന്ദനാരെ? ഇപ്പൊ കണ്ടാ ചിരിയുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോ കൊലത്തിരിയാവും. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഇവര് വന്ന് ഈ കല്യാണക്കാരി ആലോചിച്ചപ്പോ നിനക്ക് പറ്റില്ല എന്ന് പറയായിരുന്നില്ലടാ നാരങ്ങ മോറ. എന്നോട് ക്ഷമിക്കണം, വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട് ഞാൻ വിളിച്ചതാ. എന്ത് വേണേലും വിളിച്ചോ, അവൾക്ക് വേണ്ടി എന്ത് സഹിക്കാനും ഞാൻ തയ്യാറാ. അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി ഗോപിക്ക്. പാകിസ്ഥാൻ ഒരു ബോംബിട്ടോണ്ട് ഇന്ത്യ നശിക്കില്ലടാ. നിന്നെ പോലെ ഏതെങ്കിലും പ്രേമരോഗികൾ കാരണമായിരിക്കും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവാൻ പോണേ. എവിടെ പോയി നീ ഒളിച്ചു കളിക്കുക? ജാതകവശാൽ 71 വയസ്സ് വരെ ആയുസുള്ള ഞാനാ 25 വർഷം മുമ്പേ അകാല മൃത്യു വരിക്കാൻ പോണേ. എന്റെ പഴനി ആണ്ടവാ, ആ വീട്ടുകാരുടെ വരവൊന്ന് മുടക്കി തന്ന തല മുട്ടയടിച്ച് തല കുത്തി മറിഞ്ഞ് പഴനി മല കേറി വരാം എന്റെ പഴനി ആണ്ടവാ. ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ പാർട്ടിക്കാരല്ലേ? എങ്ങനെ മനസ്സിലായി? ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി. ഇവിടെ മൊത്തം അസ്വാലിക്കളാണേ. നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാൽ മതി, അപ്പൊ ഈ കല്യാണം മുടങ്ങും. അതുകൊണ്ടാ കാത്തു നിന്ന്. അതെന്താ? കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാണ്ടിരിക്കോ? എല്ലാവരും പറയണത് കേട്ട് നിങ്ങൾ പിന്മാറാതിരിക്കാനാണ് നോം വന്നത്. എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്രമാത്രം കുറ്റം പറയാനുള്ളത്? ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്. തമ്പുരാട്ടിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ബോംബെക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോകും. എന്തിന്? പരിപാടിക്ക്, നൃത്ത പരിപാടിക്ക്. ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ 3-ാം മാസം പെണ്ണ് ആശുപത്രിയിലായി. കളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അവന്റെ ചെള്ളക്കിട്ട് ഒരെണ്ണം കൊടുത്തു തോം.
പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി എപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? വണ്ടി തിരികെ കൊട്ടാരത്തിലേക്ക് പോണില്ലേ? ഒരു കൊട്ടാരം ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയെന്ന് കരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ? ലക്ഷങ്ങൾ എണ്ണി തരില്ലേ? അങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന പെണ്ണ് ഞങ്ങളുടെ വേണ്ട. ഞങ്ങളെ തറവാട്ടി പറഞ്ഞവരാ. കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. വണ്ടി എടുക്കണ. രണ്ട് കൊണ്ടാലെന്താ, കല്യാണം കലക്കില്ലേ? ടാക്സി. അയ്യോ ദേ അവരെത്തി. പെണ്ണിന്റെ തന്ത ചത്തൂന്നും പറഞ്ഞ് അവരെ വന്ന വഴിക്ക് തന്നെ പറഞ്ഞു വിട്. ഗോവിന്ദട്ടൻ മരിച്ചു പറയട്ടെ. എത്രയായി? ഒരു 150 കൂടെ. ആ എന്നാ പിടിച്ചോളൂ. 200. ആ നീ നിന്റെ വീട്ടുകാരെ നോക്കി നിൽക്കുകയാണല്ലേ? അവരിനി ഭാഗത്തേക്ക് വരില്ല. അന്ന് കോഴി മാംസം കാണിച്ച് നീ നമ്മ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. നോമി കല്യാണം മുടക്കി. നീ വലിയവനാടാ, വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു വെരി മച്ച്. കല്യാണം മുടക്കിയെന്ന് അറിഞ്ഞപ്പോ ഇവനെന്തിനാ ഇത്ര സന്തോഷിക്കണേ? ഉണ്ണി അവരെത്തിയില്ലേ?